റോബോട്ട് സർവീസ് ഉള്ള ഒരു ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ടാണ് താമസിക്കുന്നത്. ഇത് 2 വീലേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രാക്കാണ്. അത് യഥാർത്ഥത്തിൽ ഓറഞ്ച് അല്ല, ലോകത്തിൽ മനുഷ്യർ നിർമ്മിച്ച കനാലുകളിൽ ഏറ്റവും വലുതാണിത്. ജനസംഖ്യ കൂടിയത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ട്രാഫിക് അച്ചടക്കമില്ലാത്തതും അതുപോലെ തന്നെ ബഹളമുള്ളതൊക്കെ ആയിത്തീരുന്നതെന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാൽ അത് അത്ര ശരിയല്ല എന്നുള്ളതാണ് ഈ ചൈനയിലെ കാഴ്ച കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമുക്കധികം ഹോണടി ഒന്നും ഇല്ലാതെയാണ് ഈ വാഹനങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് 2 വീലേഴ്സ് കണ്ടോ, 2 വീലേഴ്സ് പോകുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ട്രാക്കിലൂടെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപകടം കുറയുന്നുള്ളതാണ്. മെയിൻ ട്രാക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. ഇത് 2 വീലേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രാക്കാണ്. അപ്പുറത്ത് 4 വീലേഴ്സിന് പോകാനുള്ള ട്രാക്കുണ്ട്. ഹോണടിയും ബഹളമൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഷാങ്ഹായിൽ നിന്ന് 2 മണിക്കൂർ അകലെയുള്ള ഒരു സിറ്റിയാണ്, സുജോയ് എന്നുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോലും, അതായത് ഷാങ്ഹായി പറഞ്ഞാൽ മെയിൻ സിറ്റി, അതിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഈ സിറ്റി ഉള്ളത്. ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ നമുക്ക് സ്പെഷ്യൽ ട്രാക്ക് കാണാൻ കഴിയും. 2 വീലേഴ്സിന് സ്പെഷ്യൽ ട്രാക്ക്. നമ്മളെ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 വീലേഴ്സ് ഇതെല്ലാം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇത് കണ്ടോ, ഇതൊക്കെ തന്നെ ഇലക്ട്രിക്കാണ്. ഇത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ മുമ്പിൽ ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊരു സാധനം, അത് ഇപ്പോൾ ഭയങ്കര വിൻ്ററാണ്, ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നല്ല തണുപ്പുള്ള കാറ്റുണ്ടല്ലോ, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇത് വച്ചിട്ടുള്ളത്. ഇവിടെ ഈ നിർത്തിയിട്ട വണ്ടികളിലൊക്കെ തന്നെ നമുക്ക് ഈ സ്കൂട്ടർ ബ്ലാങ്കറ്റ് കാണാൻ പറ്റും. ആപ്രൺ പോലെ ധരിക്കാൻ പറ്റുന്ന ഈ ബ്ലാങ്കറ്റ് മഴയത്തു കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നാല് ട്രാക്കും 6 ട്രാക്കൊക്കെ ഉള്ള വലിയ റോഡുകളിലൂടെ 2 വീലർ ഓടിക്കുമ്പോൾ പലപ്പോഴും തന്നെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനൊക്കെ തന്നെ ഇത്തരം സ്പെഷ്യൽ ട്രാക്ക് സഹായിക്കും. ഹോട്ടൽ റൂമിൽ നിന്ന് നോക്കിയാൽ സ്കൂട്ടറിൻ്റെ ട്രാക്ക് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ഈ സ്കൂട്ടർ ട്രാക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് മെട്രോ ലൈൻ കാണാൻ പറ്റുന്നില്ല. മെട്രോ ഉണ്ടെങ്കിൽ അത് സെൻട്രലായിട്ട് മെട്രോ ലൈൻ കൂടി ഉണ്ടാവും. റോഡ് സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികൾക്ക് വെള്ളം നനച്ചിട്ട് പോകുന്ന വാഹനമാണ് നമ്മൾ കാണുന്നത്. ഈ സിറ്റിയുടെ എല്ലായിടത്തും തന്നെ നമുക്ക് പൂച്ചെടികൾ റോഡ് സൈഡിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ റോഡും ഫുട്പാത്തും ഒക്കെ വളരെ വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റോബോട്ട് സർവീസ് ഉള്ള ഒരു ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ടാണ് താമസിക്കുന്നത്. ഇത് ചൈനയിലെ സുജോ എന്നുള്ള സിറ്റിയിലെ ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ റോബോട്ട് സർവീസ് എന്താണെന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെയുള്ള ഡെലിവറീസ്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും റൂമിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നത് റോബോട്ട് സർവീസ് വഴിയാണ്, റോബോട്ട് വഴിയാണ് അത് ചെയ്യുന്നത്. നമുക്ക് റൂമിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞാൽ അത് റോബോട്ട് വഴിയാണ് നമുക്ക് ഡെലിവറി ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഒരു കോൾ കിട്ടും. ഞാൻ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് എനിക്കൊരു കോൾ വരും. ആ കോളിലാണ് നമ്മുടെ റോബോട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അത് പോയി പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ പോവാണ്. യെസ്, service robot. Your order has arrived outside your room. Please come to pick them up. Thank you. അപ്പോൾ നമ്മളത് എടുക്കാൻ പോവാണ്. പുറത്ത് വന്നിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. നോക്കട്ടെ, പുള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓപ്പൺ, നമ്മൾ ഓപ്പൺ ചെയ്യണം. എല്ലാം റെഡി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇത് രസമുള്ള വോയിസ് ആണ്. പരിപാടി കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോവാണ്. എന്നാലും ഗംഭീരമാണ് സംഭവം. ലിഫ്റ്റ് ഓപ്പൺ ആയി. റൂം കീ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗസ്റ്റിന് എലിവേറ്റർ യൂസ് ചെയ്യാൻ പറ്റുക. എന്നാൽ റോബോട്ടിന് അതിൻ്റെ ആവശ്യമില്ല, പ്രോഗ്രാംഡ് ആണ് അത്. ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇത് എവിടെയാണോ ഇരിക്കേണ്ടത് ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. കേട്ടോ,
我正在寻找充电桩，请大家不要挡住前方的区域，谢谢。ഇത് ഇപ്പോൾ നമുക്കിവിടെ റിസപ്ഷനിൽ പറയുമ്പോൾ കിട്ടേണ്ട റൂം സർവീസിന് മാത്രമല്ല, അപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഡെലിവറി ഉണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് വഴി നമ്മളെന്തെങ്കിലും ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ വന്നിട്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ അവർ ഇതിനകത്ത് അത് ഇവരുടെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. നമ്മൾ ഡെലിവറി എന്ന് പ്രസ് ചെയ്യുമ്പോൾ പാസ്കോഡ് ഉണ്ട്, അത് റിസപ്ഷനേ കിട്ടുള്ളൂ. കാരണം ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഡെലിവറി ചെയ്യാൻ കഴിയില്ല, ഇവരുടെ പെർമിഷനോട് കൂടിയ ഡെലിവറി ആകും. അങ്ങനെ റൂം നമ്പർ എൻ്റർ ചെയ്താൽ നമുക്ക് ഡെലിവറി വരുന്നുണ്ട്. അതുപോലെ പുറത്തുനിന്ന് അപൂർവമായിട്ടൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആളുകളുണ്ട്, അപ്പോൾ അവർക്കും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡെലിവറി ചെയ്യും. അപ്പോൾ എല്ലാം തന്നെ 24 മണിക്കൂർ ഉറങ്ങാതെ നമുക്ക് സർവീസ് തരുന്ന ഒരാളാണ് ഈ ഇരിക്കുന്നത്. എന്നാലും ഗംഭീരമാണ്, ഒരു പുതിയ അനുഭവമാണ്. ഇങ്ങനെ റോബോട്ടിൻ്റെ ഡിസ്പ്ലേ അതുപോലെ എക്സിബിഷനിലൊക്കെ പലതും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു റോബോട്ടിൽ നിന്ന് നേരിട്ട് സർവീസ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇത് ഹോട്ടൽ റൂമിലുണ്ടായിരുന്ന വെൽക്കം ഫ്രൂട്ട്സ് ആൻഡ് സ്നാക്സ് ആണ്. ഇതിൽ ഓറഞ്ച് പോലെ ഒരു ഫ്രൂട്ട് കണ്ടോ, അത് യഥാർത്ഥത്തിൽ ഓറഞ്ച് അല്ല, ഇത് തൊലിയോടുകൂടിയാണ് കഴിക്കുക. ഇതിൻ്റെ തൊലി എന്ന് പറയുന്നത് വളരെ മധുരമുള്ളതാണ്. ചൈനീസ് പൊതുവെ തൊലി മാത്രമേ കഴിക്കാറുള്ളൂ, അത് മുഴുവൻ കഴിക്കാൻ പറ്റുന്നതാണെങ്കിലും അവർ കഴിക്കുന്നത് സാധാരണ തൊലി മാത്രമാണ്. ഹോട്ടലിന് തൊട്ടടുത്തുള്ള ഈ വെള്ളം കണ്ടപ്പോൾ ഇത് പുഴയാണെന്നാണ് കരുതിയത്. എന്നാൽ ഇത് ചൈനക്കാർ നിർമ്മിച്ച കനാലാണ്. അതുമാത്രമല്ല, ലോകത്തിൽ മനുഷ്യർ നിർമ്മിച്ച കനാലുകളിൽ ഏറ്റവും വലുതാണിത്. 1800 കിലോമീറ്റർ നീളമുണ്ട് ഈ കനാലിന്. 2500 വർഷത്തോളം പഴക്കവുമുണ്ട് ഈ കനാലിന്. BC 200 മുതലുള്ള പല ചൈനീസ് രാജവംശങ്ങൾക്ക് ഈ കനാൽ നിർമ്മാണത്തിൽ പങ്കുണ്ട്. ബെയ്ജിങ്ങിലേക്ക് ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളും സിൽക്കും കൊണ്ടുപോകാനാണ് ഈ കനാൽ നിർമ്മിച്ചത്. ഇപ്പോഴും ചരക്ക് കൊണ്ടുപോകുന്നതിനാണ് ഈ കനാൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കാർഗോ കൊണ്ടുപോകുന്ന ഒരു ബാജാണ് ഈ പോകുന്നത്. വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലും ഒക്കെ ഈ കനാൽ വഴിയാണ് സഞ്ചരിക്കുന്നത്. ബെയ്ജിങ്ങിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിലും 1000 കിലോമീറ്ററോളം ദൂരം കനാൽ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴും ആക്റ്റീവാണ്. ആധുനിക കാലത്തെ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലത്താണ് ഇത്രയും വലിയ ഒരു കനാൽ മനുഷ്യർ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് വിസ്മയമായ ഈ കനാൽ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുടെ തെക്കുള്ള ഹാങ്സു നഗരത്തെയും വടക്കുള്ള ബെയ്ജിങ്ങിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ ചൈനയുടെ സാമ്പത്തിക നാഗരിക വികാസത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് ബോട്ടുകളും ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കനാലിൻ്റെ തീരങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്നു.